കുഞ്ഞു കാര്യങ്ങളായാലും ഭഗവാന്റെ അനുഗ്രഹമായിട്ട് കണ്ടുകൊണ്ടാണ് ഇത്ര മധുരത്തിലേക്ക് അനുഭവങ്ങൾ പലരും അയച്ചു തരുന്നത്. അപ്പോൾ അത് പറയാനുള്ള ഒരു സന്തോഷമുണ്ട്. നിങ്ങൾക്ക് കേൾക്കുമ്പോഴും കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങളായാലും സന്തോഷങ്ങൾ തന്നെ ഉണ്ടാവും അല്ലേ. എന്തായാലും ഞാൻ വേഗം പറയാം ഒരു കുഞ്ഞനുഭവം. നമസ്കാരം ശ്രീകാന്ത് സാർ, എൻ്റെ ഒരു അനുഭവം ഒന്ന് വായിക്കണേ. ഇതിനു മുൻപ് 2 അനുഭവം സാറിൻ്റെ ശബ്ദത്തിൽ കേൾക്കാൻ സാധിച്ചു. അതിലുള്ള സന്തോഷം അറിയിക്കട്ടെ. ഇന്നലെ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ്. ഒരു വിവാഹ ഫംഗ്ഷൻ ആയിരുന്നു. അതിന് പോയി രാത്രിയിലാണ് തിരിച്ചു വന്നത്. വന്നിട്ട് ഫോൺ എടുത്ത് ഓപ്പൺ ആക്കാൻ നോക്കിയപ്പോൾ ഓപ്പൺ ആവുന്നില്ല. പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ ഇൻകറക്റ്റ് എന്നാണ് കാണിക്കുന്നത്. എന്ത് ചെയ്യും? ഫോൺ റീസ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഒരുപാട് സമയം കഴിഞ്ഞിട്ടും ഫോൺ ഓൺ ആവുന്നില്ല. എന്ത് ചെയ്യും? എല്ലാം ഫോണിൽ തന്നെയാണ്, മക്കളെ പഠിക്കുന്നതും എല്ലാം. പിന്നെ എത്ര മധുരം ഗ്രൂപ്പ്, ഭഗവാന്റെ ഉച്ചപൂജാലങ്കാരം ഒക്കെ കാണുന്നത് ഫോണിൽ കൂടി മാത്രമാണ്. എനിക്ക് ആകെ വിഷമമായി. ഇപ്പോഴത്തെ എൻ്റെ സാഹചര്യത്തിൽ ഒരു പുതിയ ഫോൺ വാങ്ങുന്നത് നടക്കില്ല. എൻ്റെ ഭഗവാനെ ഗുരുവായൂരപ്പ, എന്നെ ഇങ്ങനെ പരീക്ഷിക്കലേ, ഫോണൊന്ന് ശരിയാക്കണേ, ഞാൻ ത്രിമധുരത്തിൽ പറഞ്ഞോളാമെന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ശരിയായി. ഭഗവാനെ, അങ്ങേക്ക് ഒരുപാട് നന്ദി. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ അനുഭവങ്ങളാണ് എൻ്റെ കയ്യിലേക്ക് വരുന്നത്. വലിയ അനുഭവങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ചേച്ചിയുടെ 2 അനുഭവങ്ങൾ പറഞ്ഞു എന്ന് മുകളിൽ പറഞ്ഞു. അപ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഞങ്ങൾ ഒരു തവണയല്ലേ അയച്ചിട്ടുള്ളൂ, അതുപോലും പറഞ്ഞില്ലല്ലോ. എന്നെ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ഇത് ഞാൻ ഒരു ഫോണിൽ നിന്ന് സിസ്റ്റത്തിലേക്ക് മാറ്റി. അന്നേരം തന്നെയാണ്, ചിലപ്പോൾ ഞാനത് വായിച്ച് നോക്കിയിട്ട് പോലും ഉണ്ടാവില്ല, അന്നേരം ഓട്ടോമാറ്റിക്കായിട്ട് പറയുകയാണ്. അന്നപ്പോഴാണ് ഇത് 2 തവണ പറഞ്ഞവരുടേതാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക, അത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്നോട് ക്ഷമിക്കുമല്ലോ, അങ്ങനെ പറയാതെ വിട്ടുപോകുന്നവർ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ക്ഷമ ചോദിക്കുകയാണ്. അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഹരേ കൃഷ്ണ. കുഞ്ഞു കാര്യങ്ങളായാലും ഭഗവാന്റെ അനുഗ്രഹമായിട്ട് കണ്ടുകൊണ്ടാണ് ഇത്ര മധുരത്തിലേക്ക് അനുഭവങ്ങൾ പലരും അയച്ചു തരുന്നത്. അപ്പോൾ അത് പറയാനുള്ള ഒരു സന്തോഷമുണ്ട്. നിങ്ങൾക്ക് കേൾക്കുമ്പോഴും കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങളായാലും സന്തോഷങ്ങൾ തന്നെ ഉണ്ടാവും അല്ലേ. എന്തായാലും ഞാൻ വേഗം പറയാം ഒരു കുഞ്ഞനുഭവം. നമസ്കാരം ശ്രീകാന്ത് സാർ, എൻ്റെ ഒരു അനുഭവം ഒന്ന് വായിക്കണേ. ഇതിനു മുൻപ് 2 അനുഭവം സാറിൻ്റെ ശബ്ദത്തിൽ കേൾക്കാൻ സാധിച്ചു. അതിലുള്ള സന്തോഷം അറിയിക്കട്ടെ. ഇന്നലെ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ്. ഒരു വിവാഹ ഫംഗ്ഷൻ ആയിരുന്നു. അതിന് പോയി രാത്രിയിലാണ് തിരിച്ചു വന്നത്. വന്നിട്ട് ഫോൺ എടുത്ത് ഓപ്പൺ ആക്കാൻ നോക്കിയപ്പോൾ ഓപ്പൺ ആവുന്നില്ല. പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ ഇൻകറക്റ്റ് എന്നാണ് കാണിക്കുന്നത്. എന്ത് ചെയ്യും? ഫോൺ റീസ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഒരുപാട് സമയം കഴിഞ്ഞിട്ടും ഫോൺ ഓൺ ആവുന്നില്ല. എന്ത് ചെയ്യും? എല്ലാം ഫോണിൽ തന്നെയാണ്, മക്കളെ പഠിക്കുന്നതും എല്ലാം. പിന്നെ എത്ര മധുരം ഗ്രൂപ്പ്, ഭഗവാന്റെ ഉച്ചപൂജാലങ്കാരം ഒക്കെ കാണുന്നത് ഫോണിൽ കൂടി മാത്രമാണ്. എനിക്ക് ആകെ വിഷമമായി. ഇപ്പോഴത്തെ എൻ്റെ സാഹചര്യത്തിൽ ഒരു പുതിയ ഫോൺ വാങ്ങുന്നത് നടക്കില്ല. എൻ്റെ ഭഗവാനെ ഗുരുവായൂരപ്പ, എന്നെ ഇങ്ങനെ പരീക്ഷിക്കലേ, ഫോണൊന്ന് ശരിയാക്കണേ, ഞാൻ ത്രിമധുരത്തിൽ പറഞ്ഞോളാമെന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ശരിയായി. ഭഗവാനെ, അങ്ങേക്ക് ഒരുപാട് നന്ദി. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ അനുഭവങ്ങളാണ് എൻ്റെ കയ്യിലേക്ക് വരുന്നത്. വലിയ അനുഭവങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ചേച്ചിയുടെ 2 അനുഭവങ്ങൾ പറഞ്ഞു എന്ന് മുകളിൽ പറഞ്ഞു. അപ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും,